നമസ്കാരം. നോക്കാം പ്രധാന വാർത്തകൾ. മോഷണക്കുറ്റം ആരോപിച്ച് ദളിത് യുവതിയെ മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ നടപടി. പേരൂർക്കട SI പ്രസാദിനെ സസ്പെൻഡ് ചെയ്തു. ഇല്ലാത്ത മോഷണത്തിന്റെ പേരിൽ യുവതിയെ പോലീസ് പീഡിപ്പിച്ചത് മണിക്കൂറുകളോളം. വെള്ളം പോലും നൽകാതെ ചോദ്യം ചെയ്തെന്നും ബിന്ദു. രാത്രി വെളുപ്പിന് 3:30 വരെ എന്നെ ചോദ്യം ചെയ്തു. ഉറങ്ങാനൊന്നും സമ്മതിച്ചില്ല. ഇച്ചിരി ഉറങ്ങാനേ സമ്മതിച്ചുള്ളൂ. പിന്നെ അവർ ഉറങ്ങാൻ സമ്മതിച്ചില്ല. വെള്ളം ദാഹിച്ചപ്പോൾ പറഞ്ഞ് ശുചിമുറിയിൽ പോയി വെള്ളം എടുത്ത് കുടിക്കും. മുല്ലപ്പെരിയാറിൽ മരം മുറിക്ക് അനുവാദം നൽകി സുപ്രീം കോടതി. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇതിനുള്ള തമിഴ്നാടിന്റെ അപേക്ഷ കേരളം കേന്ദ്രത്തിന് അയക്കണം. കേന്ദ്രം ഇതിൽ 3 ആഴ്ചയ്ക്കകം തീരുമാനമെടുക്കണം. അറ്റകുറ്റപ്പണിക്കുള്ള തമിഴ്നാടിന്റെ അപേക്ഷ കേരളം അംഗീകരിക്കണം. കേരളത്തിന്റെ ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യം ഉറപ്പാക്കണമെന്നും കോടതി. മലപ്പുറം കൂരിയാട് ദേശീയപാതയിൽ സർവീസ് റോഡ് ഇടിഞ്ഞു താണു. റോഡ് ഇടിഞ്ഞത് കുരിയാടിനും കൊളപ്പുറത്തിനും ഇടയിൽ. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. അപകടത്തിൽ ആളപായമില്ല. സമ്പൽ ഷാഫി മസ്ജിദിലെ സർവേ തുടരാം. മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജി തള്ളി അലഹബാദ് ഹൈക്കോടതി. സർവേ അനുമതി നൽകിയ ചന്ദൌസി കോടതി വിധി ശരിവെച്ചു. സർവേ ആവശ്യം ഉന്നയിക്കാൻ ഹിന്ദു വിഭാഗത്തിന് തടസ്സമില്ലെന്നും കോടതി. വേടനെതിരായ പുലിപ്പല്ലി കേസിൽ വനം വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി MV ഗോവിന്ദൻ മാസ്റ്റർ. വേടൻ പാടുമ്പോൾ ചില ഉദ്യോഗസ്ഥർക്ക് കണ്ണുകടി. വേടനെ വേട്ടയാടാൻ ആരെയും അനുവദിക്കില്ല. വേടന്റെ ആധുനിക സംഗീതത്തിന്റെ പടത്തലവനെന്നും ഗോവിന്ദൻ മാസ്റ്റർ. ആധുനിക ജനവിഭാഗത്തിൽ നിന്നും ഉയർന്നു വന്ന ഈ കേരളം കണ്ട ഏറ്റവും പ്രമുഖനായ റാപ്പ് മ്യൂസിക്കിന്റെ വക്താവായിട്ട് രാജ്യമറിയുന്ന ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിച്ച ആ ചെറുപ്പക്കാരന്റെ ഒപ്പം നിന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, തെറ്റായ ഒരു നിലപാടും സ്വീകരിക്കാൻ പാടില്ല. അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പ്രതി ബെയിലിൻ ദാസിന് ജാമ്യം. ജാമ്യം ലഭിച്ചത് റിമാൻഡിലായി 4-ാം ദിവസം. ജാമ്യം അനുവദിച്ചത് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് തീപിടുത്തത്തിൽ ദുരൂഹതയില്ലെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഷോർട്ട് സർക്യൂട്ട് ആകാം കാരണമെന്ന പ്രാഥമിക നിഗമനം. സ്ഥാപന പാർട്ട്ണർമാർ തമ്മിലുള്ള തർക്കം അന്വേഷിക്കാനും തീരുമാനം. തീപിടുത്തത്തിൽ കേസെടുത്ത കസബ പോലീസ്. കോർപ്പറേഷൻ പരിധിയിലെ എല്ലാ കെട്ടിടങ്ങളിലും ഫയർ ഓഡിറ്റ് നടത്തുമെന്ന് മേയർ ബീന ഫിലിപ്പ്. താൽക്കാലിക VC നിയമനം തെറ്റെന്ന് ഹൈക്കോടതി. നിയമനം സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് വേണം. നാളെ കാലാവധി അവസാനിക്കുന്നതിനാൽ താൽക്കാലിക നിയമനങ്ങളിൽ ഇടപെടുന്നില്ലെന്നും കോടതി. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പ്രശ്നത്തിൽ പ്രതിഷേധവുമായി ദുരന്തബാധിതർ. വാടക കൃത്യമായി നൽകണമെന്ന ആവശ്യം. വൈത്തിരി താലൂക്ക് ഓഫീസ് ഉപരോധിച്ചു. സമരക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സോഫിയ ഖുറേഷിക്കെതിരായ വിദ്വേഷ പരാമർശത്തിൽ മന്ത്രി വിജയ് ഷായ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം. വിജയ് ഷായുടെ അറസ്റ്റ് തൽക്കാലം പാടില്ലെന്നും കോടതി. അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചു. വിശദമായ വാർത്തയിലേക്ക്. മോഷണക്കുറ്റം ചുമത്തി ദളിത് സ്ത്രീയെ സ്റ്റേഷനിൽ മാനസികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ പേരൂർക്കട സ്റ്റേഷനിലെ SIക്ക് സസ്പെൻഷൻ. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി.